നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞു. UDF ജയിച്ചു. അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ. പക്ഷേ UDF വരെ നിങ്ങളെ കാലിൻ്റെ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയത് അറിഞ്ഞോ എന്നറിയില്ല. ഈ 9 വർഷക്കാലത്തെ ഭരണം കൊണ്ട് കഴിഞ്ഞ 2021 കിട്ടിയതിനേക്കാൾ 1000 വോട്ട് നിങ്ങൾക്ക് കുറവാണ് വന്നിട്ടുള്ളത്. ആ കണക്ക് സ്റ്റാറ്റിക്സ് ഞാനിവിടെ ഇടാം. 2021 തെരഞ്ഞെടുപ്പ് ഫലം ഒപ്പം ഇപ്പോഴത്തെ ഫലം, അതിൻ്റെ ഒരു പാറ്റേൺ പരിശോധിച്ചാൽ എങ്ങനെയൊക്കെയാണ് അതിൽ ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയുക, അത് പറയാമോ? നിഷാദ്, തീർച്ചയായും ഇക്കുറി ഏത് തരത്തിലാണ് UDF വോട്ട്, എങ്ങനെയാണ് LDF വോട്ട്? അൻവർ വന്നപ്പോൾ LDF വോട്ട് എത്രമാത്രം അൻവർ ക്യാപ്ചർ ചെയ്തു, എത്രമാത്രം പിടിച്ചെടുത്തു എന്നുള്ളത്, BJPയുടെ നില എന്താണ്, അത് പഞ്ചായത്ത് തിരിച്ചുള്ള കണക്കുകൾ എങ്ങനെയാണ് എന്ന് വിശദമായി തന്നെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് UDF ഇത്തവണത്തെ വോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. UDF ഇക്കുറി 77,737 വോട്ട് ഇത്തവണ നേടി. കഴിഞ്ഞ തവണ അത് 78,527 വോട്ടായിരുന്നു. 790 വോട്ടിന്റെ കുറവ് എണ്ണത്തിൽ UDF സംഭവിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതായത് വോട്ട് ഇത്തവണ വലിയൊരു വിജയം നേടിയെങ്കിൽ പോലും കഴിഞ്ഞ തവണത്തെ വോട്ടിൽ നിന്ന് നേരിയ കുറവ് UDF വോട്ടിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു നോക്കേണ്ടത് ഈ കാണുന്ന വോട്ട് വിഹിതമാണ്, വോട്ട് ഷെയറിലേക്കാണ്. ഇത്തവണ 44.17% വോട്ട് UDF നിലമ്പൂരിൽ ലഭിച്ചെങ്കിൽ കഴിഞ്ഞ തവണ അത് 45.34 ആയിരുന്നു. 1.17% കുറവ് UDF വോട്ടിലും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നേരിയ കുറവ്, ഏതാണ്ട് ഒരു 790 വോട്ടിന്റെ കുറവ് UDF വോട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 81,000 ചില്ലാനം വോട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതിപ്പോൾ കിട്ടിയത് 66,660 വോട്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മുസ്ലിം ലീഗുമായിട്ട് CPM വോട്ടേജ് ഒന്ന് കണക്ക് കൂട്ടുമ്പോൾ 40,000-ഓളം വോട്ടേ മുസ്ലിം ലീഗിന് നിലമ്പൂർ മണ്ഡലത്തിലുള്ളൂ. CPM 66,660 വോട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 30,000-ൻ്റെ അടുത്ത് വോട്ടേ ഉള്ളൂ അവിടെ കോൺഗ്രസിനുള്ളൂ. അതിനേക്കാളും വലുത് 66,660 വോട്ടുണ്ട്. ഈ രണ്ട് കൂട്ടരും ഈ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അവസാനം ജമാഅത്തെ ഇസ്ലാമിക്കാരെ വോട്ട് അസോസിയേറ്റഡ് മെമ്പർമാരാക്കി അവരുടെ വോട്ടും SDP-യുടെ 1000-ഓളം വോട്ടുകളും RSSൻ്റെ വോട്ടും കൂടി കൂട്ടിയിട്ടാണ് 77,000 വോട്ട്. എന്നാലോ 2021 പോൾ ചെയ്ത 78,000 ചില്ലാനം വോട്ടിലേക്ക് നിങ്ങൾ വളർന്നിട്ടില്ല. എല്ലാവരും കൂടി ഒരു പാത്രത്തിൽ ഇട്ടിട്ട് പോലും നിങ്ങൾ വളർന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഞങ്ങളോട് ചോദിക്കുന്നത്, അപ്പം നിങ്ങൾക്ക് 10,000-20,000 14,000 15,000 വോട്ട് കുറഞ്ഞില്ലേ അവിടെ? സ്വാഭാവികമായിട്ടും ശരിയാണ്. ഇവിടെയാണ് ഞങ്ങൾ സ്വതന്ത്ര പരീക്ഷണം എന്ന് പറയുന്നത്. എല്ലാവരെക്കാളിലും മേലെ ഞങ്ങളും എതിരാളികൾ എല്ലാവരും കൂടി കൂടിയാൽ ഞങ്ങളെ മലർത്തിയടിക്കും എന്നുള്ളിടത്ത് ഞങ്ങൾ സഹായത്തിന് ചില സ്വതന്ത്രന്മാരെ കൂട്ടും. അവർ വരുമ്പോൾ അവരിൽ നിന്ന് ഒരു 10,000-15,000 വോട്ട് കിട്ടിയാൽ ജയിക്കും എന്നുള്ള കണക്ക് കൂട്ടലിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളവിടെ സ്വതന്ത്രന്മാരെ പരീക്ഷിക്കുന്നത്. ആ പരീക്ഷണം വിജയം കണ്ടിരുന്നു. ഇക്കുറി ഞങ്ങളെ സ്വന്തം ഇതാണ്. എങ്കിലും 66,660 വോട്ട്, ഒരു ആന കുത്തിയാൽ പോലും ഇളകാത്ത, ഏത് പ്രതിസന്ധിയിലും ഈ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുന്ന വോട്ടുകൾ ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. അടുത്ത തെരഞ്ഞെടുപ്പിലും UDF ഒറ്റക്കെട്ടല്ലെങ്കിൽ നിങ്ങൾ പല പാത്രത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ പരാജയപ്പെടും, നിലമ്പൂർ പരാജയപ്പെടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നിലമ്പൂർ കേരളത്തിന് ഒരു നല്ല ഒരു സന്ദേശം തരികയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിൻ്റെ വോട്ട് കുറയുകയല്ല, ഇടതുപക്ഷ മുന്നണിക്കൊപ്പം നിന്ന ജനങ്ങൾ അതേപോലെ അടിയുറച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലമ്പൂർ തരുന്ന പാഠം. അപ്പോൾ 2026 പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ കടന്ന് കുത്തിമറിയേണ്ട. നിങ്ങളൊപ്പമുള്ളവർ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിലമ്പൂരിൽ ഇവരൊക്കെ പാടെ കൂടിയിട്ടും RSSും SDP-യും അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും കോൺഗ്രസും ലീഗും എല്ലാവരും കൂടിയിട്ടും നിങ്ങൾക്ക് കഴിഞ്ഞ 2021 കിട്ടിയതിനേക്കാൾ 1000-ഓളം വോട്ട് കുറവാണ്. അതാണ് ഞങ്ങൾ പറയണത്.
അപ്പം ഞങ്ങൾക്കുള്ള സിറ്റിംഗ് വോട്ട് കൂടുതലാണ്. ഞങ്ങളോട് പറഞ്ഞ എന്താണ്, തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞ 45,000 വോട്ടുള്ളൂ CPM-ൻ്റെ വോട്ട് എന്നാണ്. അത് 66,660 വോട്ടായി ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ആരുടെ കാലിലെ ചോട്ടിലെ മണ്ണാണ് എന്നാണ് പിന്നെ ഒലിച്ചു പോയത് എന്നാണ് എൻ്റെ ചോദ്യം. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇന്ന് മലപ്പുറം ജില്ലയിൽ ഏറ്റവും ശക്തമായി വളരുന്ന ഒരു പ്രസ്ഥാനം CPM ആണ്. ലീഗ് അടക്കം. ലീഗ് ഇപ്പോൾ പെരിന്തൽമണ്ണ ജയിച്ചത് 33 വോട്ടിനാണ്. 6,000 വോട്ടിനാണ് മങ്കട ജയിച്ചത്. അവിടെ 20,000 10,000 ഒക്കെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ജയിച്ചിരുന്ന ലീഗ് കീഴ്പ്പെട്ട് പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പഴയ ട്രെൻഡ് നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ എവിടെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനൊന്നും UDF-ന് കഴിയില്ല. പിന്നെ LDF-കാരും മനസ്സിലാക്കുക, ഈ പിന്നെ എല്ലാ ചണ്ടി ഭണ്ഡാരങ്ങളും കൂടി ഒരു പാത്രത്തിലിട്ടാൽ ചിലപ്പോൾ നമ്മുടെ മുകൾക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ജനകീയ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടുകയും ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്താൽ ഇടതുപക്ഷത്തിന് ഒരു മൂന്നാം ഭരണം ഒരു പ്രയാസമില്ലാതെ നേടിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ നിരീക്ഷണം.